നിലമ്പൂർ അങ്ങനെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നു. 72% പോളിംഗ് ശതമാനമായി ഈ ഘട്ടത്തിൽ അറിയാനാകുന്നത്. കഴിഞ്ഞ തവണത്തെ 76.6 നിന്നുള്ള കുറവ് രേഖപ്പെടുത്തുന്നു. അത് ആർക്കനുകൂലമാണ്? ഏതൊക്കെ തരത്തിലാണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേണുകൾ നീങ്ങിയത്? പുതിയ വോട്ടർമാരുടേത്, പ്രവാസികളുടേത്, സ്ത്രീ വോട്ടർമാരുടേതും ഒക്കെയായി എങ്ങനെയാണ് ഈ 10 സ്ഥാനാർത്ഥികൾ വീതിച്ചെടുക്കുന്നത്? പ്രധാനമായും രാഷ്ട്രീയമായി നോക്കുമ്പോൾ 4 മുന്നണികൾ അല്ലെങ്കിൽ ചതുഷ്കോണ മത്സരമാണ്. 4 കോണുകളിലേക്കാണ് മത്സരം പോയത്. UDF, LDF, NDAയും പിന്നീട് PV അൻവറും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ്, അവിടെ ഉയർന്ന പ്രചരണ രംഗത്തെ ശാക്തിക ബലാബലങ്ങൾ, ഇത് ആർക്കനുകൂലമാണ്? ഇതൊക്കെ ആറ്റിക്കുറിക്കേണ്ട നിമിഷങ്ങൾ തന്നെയാണ് ഇവിടെ. നിർഭൻ ചക്രവർത്തിയിലേക്ക് പോയാൽ, നിർഭൻ, ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തെ നമുക്ക് എങ്ങനെ കാണാനാകുന്നു? ദാണ്ട പെട്ടിയെല്ലാം പൂട്ടി, വോട്ടെല്ലാം പെട്ടിയിലാക്കി ഉദ്യോഗസ്ഥർ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്, പുരോഗമിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. തീർച്ചയായും നമുക്ക് ഈ ഓരോ മണ്ഡലത്തിൻ്റെ, അതായത് നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റിയും പരിശോധിക്കുമ്പോൾ ആ വോട്ടിംഗ് പാറ്റേണുകളിൽ ഒരേപോലത്തെ പോളിംഗ് ശതമാനമാണ്. അങ്ങനെ ഈ നഗരപ്രദേശങ്ങളിൽ കൂടുതൽ പോളിംഗ് ശതമാനം, ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പ്രദേശങ്ങളിൽ പോളിംഗ് ശതമാനം കുറവ്, മലയോര മേഖലയിൽ കുറവ് കൂടുതൽ, അങ്ങനെ നമുക്ക് കണക്കിലാക്കാൻ കഴിയില്ല. പോളിംഗ് ശതമാനത്തിൽ അജിംഷാദ് പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുമെന്ന് ഈ നിമിഷം നമുക്ക് പറയാൻ കഴിയില്ല. 1-2%, 1.5% വർധനവ് അവസാനത്തെ ഘട്ടത്തിൽ, അവസാനത്തെ 1 മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്. അജിംഷാദ് പറഞ്ഞതുപോലെ ഇരു പാർട്ടികൾ, ഇരു മുന്നണികൾ, LDF, UDF എന്ന നിർണായകമായ ശക്തികൾക്ക് ഒപ്പം തന്നെ 2 സ്ഥാനാർത്ഥികൾ കൂടി നിർണായകമാണ്. ഒന്ന് PV അൻവറും മറ്റൊന്ന് BJPയുടെ സ്ഥാനാർത്ഥിയും. അവർക്ക് വോട്ട് ചോരുകയോ അവർ അധികം പിടിക്കുകയോ ചെയ്യുന്ന വോട്ടുകൾ ആരുടെ വോട്ടിനെയാണ് പിടിക്കുക. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, പോസിറ്റീവ് വോട്ട് ആർക്കാണ് ലഭിക്കുക, അത് നെഗറ്റീവ് വോട്ട് ആർക്കാണ് ഉള്ളത് എന്നതാണ്. അപ്പോൾ ആ സ്ഥാനാർത്ഥിക്കായിരിക്കും, ആ മുന്നണിക്കായിരിക്കും കുറവ് വരിക. അതാണ് നേരത്തെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ പോസിറ്റീവായിട്ടുള്ള നിരവധി പ്രത്യേകതകളുള്ള സ്ഥാനാർത്ഥിയായിരുന്നു LDFൻ്റെ M സ്വരാജ് എന്ന സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് മണ്ഡലത്തിൽ LDFന് അനുകൂലമായി ചിന്തിക്കുന്നവർ കൂടാതെ തന്നെ അതിന് പുറത്തേക്ക് വിവിധ വിഭാഗങ്ങളിൽ നിന്ന്, വിദ്യാർത്ഥികളാകട്ടെ, തൊഴിലാളികളാകട്ടെ, യുവജനങ്ങളാകട്ടെ, അങ്ങനെ സമൂഹത്തിലെ വിവിധ ശ്രേണികളിൽ നിന്നുള്ള മനുഷ്യരുടെ വോട്ട് സ്വതന്ത്രമായി സമാഹരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് M സ്വരാജ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹം 5000 മുതൽ ഏകദേശം ഒരു 7000-8000 വോട്ട് വരെ പുറത്തു നിന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് LDF നേരത്തെ കണക്ക് കൂട്ടുന്നു. ഈ പറഞ്ഞ പോളിംഗ് ശതമാനം വച്ച് പരിശോധിക്കുമ്പോൾ ആ വോട്ടുകൾ സമാഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധന നടത്തണം. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് നെഗറ്റീവ് വോട്ടാണ്. ഈ നെഗറ്റീവ് വോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതൃപ്തമായിട്ടുള്ള UDF ക്യാമ്പിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ലീഗിൻ്റെ അതൃപ്തിയുണ്ട്. VV പ്രകാശിൻ്റെ വീടിൻ്റെ അവസാന നിമിഷം പോലും സന്ദർശിക്കാത്ത ആര്യാട് ഷൗക്കത്തിനെതിരെയുള്ള പ്രതിഷേധമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നേളിച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവർ കൈക്കൂലിയാണ് വാങ്ങുന്നത് എന്ന KC വേണുവിൻ്റെ പ്രസ്താവന. 43,000 പേരാണ് ഈ മണ്ഡലത്തിൽ മാത്രം ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത്. അങ്ങനെയുള്ള നെഗറ്റീവ് ആസ്പെക്റ്റ് ആർക്കാണ് ദോഷം ചെയ്യുക എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിലയിരുത്തണം. അപ്പോൾ ആകെ അജിംഷാദ് നമ്മളൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ എത്ര വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടത്, ഓരോ മുന്നണികളും അവരുടെ പട്ടികയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച വോട്ടുകൾ എത്രയാണ്, ആ വോട്ടുകളിൽ അവ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് മുന്നണികൾ ഒരു കണക്കെടുക്കും. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോസിറ്റീവ് വോട്ടും നെഗറ്റീവ് വോട്ടും വേർതിരിച്ചെടുക്കുക. ഒപ്പം തന്നെ ഈ മുന്നണികൾ പ്രതീക്ഷിക്കുന്ന വോട്ടിൽ നിന്ന് ഈ മറ്റ് 2 സ്ഥാനാർത്ഥികളുണ്ടല്ലോ, അതിൽ മൂന്നാമത് വരുന്ന സ്ഥാനാർത്ഥി എന്നത് PV അൻവറാണ്. ആ PV അൻവർ ഇതേത് മുന്നണിയിൽ നിന്നാണ് വോട്ടുകൾ ചോർത്തിക്കൊണ്ടുപോവുക എന്നത് ഏറെ നിർണായകമാണ്. അതുകൂടി ആശ്രയിച്ചിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 4ാമത് നമ്മൾ കണക്കാക്കുന്ന BJP സ്ഥാനാർത്ഥിയാണ്. BJP BDJS ഇവിടെ മത്സരിക്കുമ്പോഴാണ് ഒരു പരമാവധി വോട്ട് ഉയർത്തിയത്. BJP മത്സരിക്കുമ്പോൾ വോട്ട് താഴ്ത്തി 7% താഴെയായിരുന്നു. ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അങ്ങനെ BJP കോർ വോട്ടുകളിലേക്ക് കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല. മലയോര മേഖലകളിൽ നിന്ന്, ചില ബെൽറ്റുകളിൽ നിന്ന്, ചില പ്രദേശങ്ങളിൽ നിന്ന്, ചില കോർണറുകളിൽ നിന്ന് അദ്ദേഹത്തെ വോട്ട് സമാഹരിക്കുന്ന പ്രതീക്ഷ വെച്ചാണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന നിഗമനം, ഒന്നാം BJP ക്യാമ്പുകളിൽ നിന്ന് കിട്ടുന്ന നിഗമനം, അങ്ങനെ ഒരു BJP വലിയ വോട്ട് വർധന ഉണ്ടാക്കില്ല എന്നതാണ്. ആ വോട്ട് ഏത് ഭാഗത്തേക്ക് പോകും? അതൊരു പോസിറ്റീവ് പൊളിറ്റിക്സിലേക്ക് പോകുമോ, ഈ പറയുന്ന ഇടതുപക്ഷത്തെയോ ഒക്കെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വേറൊരു ക്യാമ്പിലേക്ക് ആ വോട്ട് പോകുമോ എന്നതാണ്. അങ്ങനെയാണ് ഈ അടിയൊഴുക്കുകളെക്കുറിച്ച് നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത വോട്ട് പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ മുന്നണികളും വളരെ സിസ്റ്റമാറ്റിക്കായി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ഒരു മണ്ഡലത്തിൽ ഏത് ഭാഗത്ത് നിന്നാണ് ഈ വോട്ടുകൾ ചോർന്നു പോയത്
എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇത് കാര്യത്തിൽ വിലയിരുത്തൽ നടത്താൻ കഴിയൂ. അതിലേക്ക് മുന്നണികൾ പോവുകയാണ്. നമുക്ക് ഒരു കാര്യം ഇപ്പോൾ ഉറപ്പിക്കാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന 66-67% എന്ന പോളിംഗിലേക്ക് നിലമ്പൂർ ഇപ്പോൾ പോകുന്നില്ല. മുന്നണികളൊക്കെ വലിയ ആവേശത്തോടെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു. ഏതോ മേഖലകളിലുള്ള നിസ്സംഗത നേളിച്ചിട്ടുണ്ടാകും. ഒപ്പം തന്നെ കാലാവസ്ഥയൊന്നും പ്രതികൂലമായിരുന്നില്ല. രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു ഒഴിച്ചാൽ വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിലേക്ക് വന്ന് വോട്ട് ചെയ്യാനുള്ള അവസരമൊക്കെ നിലമ്പൂരിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല. അത് വളരെ ശരിയായ ഒരു പോയിന്റാണ്.